കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയും വന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. സോറി, അമ്പലത്തിലേക്ക് പോവുക. അപ്പം ഞാനിങ്ങനെ ഇനി മുടിയൊക്കെ ഒന്ന് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യണം. അതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇൻട്രോ ഒക്കെ എടുത്ത് വെക്കാന്ന്. അപ്പം നമ്മൾ എല്ലാ വീക്കിലും പോകാൻ പറ്റില്ലെങ്കിൽ കൂടെ മാക്സിമം പറ്റുന്ന സമയത്തൊക്കെ ഇവിടെ 1-2 അമ്പലങ്ങളുണ്ട് നമുക്ക് കേരളമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അമ്പലങ്ങൾ. അപ്പോൾ അവിടെ പോയി സമാധാനമായിട്ട് ഒന്ന്, ഞാനിപ്പോൾ അമ്പലത്തിൽ പണ്ടത്തെക്കാളും കൂടുതൽ, പണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഒരു പീസ്, ആ ഒരു സംഭവത്തിന് ഒരു സമാധാനം കിട്ടും. അതിനു വേണ്ടിയാണ് പോകുന്നത്. ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു വൈബ് അങ്ങനെ. അപ്പം ഇത് കണ്ടോ എൻ്റെ ഡാർക്ക് സർക്കിൾ. തനുവിനിപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആവുന്നു. ഈ മന്ത് 28-ന്, ജൂലൈ 20-ന് 1 ഇയർ ആവും. തനു എന്ന് പറയുന്നത് എൻ്റെ ബേബിയാണ്. സോ പക്ഷേ ഇതുവരെ ഉറക്കം ശരിയായിട്ടില്ല. എസ്പെഷ്യലി ഇപ്പോൾ കണ്ണൊക്കെ കണ്ടോ, കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ റെഡ് കളർ, അതിൻ്റെ കൂടി ഈ ഡാർക്ക് സർക്കിളും കൂടെ ആകുമ്പം ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇനി പണ്ടേ എനിക്ക് ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ട്. ഇപ്പോൾ ഉറക്കം കൂടെ ഒട്ടും ശരിയല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട്. ഇതിനു വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇനി തൊട്ട് ചെയ്തു തുടങ്ങണം എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ അവന് 1 ഇയർ ആയി. ഇനിയെങ്കിലും എന്തെങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. ആക്ച്വലി ഒന്നും ചെയ്യാത്തൊരു സ്കിന്നാണിത്. പക്ഷേ ഈ 2 ഷെയ്ഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഡാർക്ക് സർക്കിളും അല്ലാത്തതും. അപ്പോൾ നമുക്കിനി റെഡി ആവാം. അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഈ ഡോട്ട് ആൻഡ് കീയുടെ ക്രീമാണ് കേട്ടോ. എനിക്കങ്ങനെ മേക്കപ്പ് ഇടാനൊന്നും അത്രയ്ക്ക് അറിയില്ല. പക്ഷേ എന്തൊക്കെയോ, പക്ഷേ എൻ്റെ പണ്ടത്തെ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് മാറി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പണ്ട് ഇതൊന്നും ഒരുപാട് സാധനങ്ങളോ ഒന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ആക്ച്വലി മാരേജ് കഴിഞ്ഞ് ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തതും പഠിച്ചുമൊക്കെ തുടങ്ങി. ഇപ്പം എൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡാർക്ക്നെസ് ഉണ്ട് എൻ്റെ അണ്ടർ നെക്ക്, പിന്നെ ഇവിടെയൊക്കെ കണ്ടോ ഡാർക്ക്നെസ് നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു പീരീഡ്സ് 9 ടാബ്ലറ്റ്സും ഒക്കെ എടുത്തതിന് ശേഷം ഉണ്ടായതാണ്. സോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാറ്റാൻ പറ്റിയെന്നില്ലെങ്കിൽ കൂടെ മെബിലൈൻ്റെ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യും. എൻ്റെ ഈ വേറൊരു കൺസീലർ കൂടെ ഉണ്ട്, നന്നായി വാരി പൊത്താതെ വേറെ മാർഗ്ഗമില്ല. ആക്ച്വലി സൺസ്ക്രീൻ ഇപ്പോൾ സന്ധ്യ ആയല്ലോ, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. ആരും പേടിക്കണ്ട. ഞാനിങ്ങനെ ഈ ആൾക്കാർ ഈ മൊബൈലിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ എത്രത്തോളം കറക്റ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് ഈ മേക്കപ്പ് ചെയ്യുന്നതേ ഞാൻ തട്ടിക്കൂട്ടി ആണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ ഒക്കെ ആകുമ്പോൾ ഐ ഡോണ്ട് നോ. അപ്പം ഇതൊക്കെ ചെയ്ത് ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ റെഡിയായി. ഞാൻ 2 ലിപ്സ്റ്റിക് മിക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം ഇത് ബെറി ലവ് എന്ന് പറയുന്നത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്ക് ആദ്യം ഞാൻ ഇത് മിക്സ് ചെയ്യും. ഫോക്കസ് ആവുമല്ലോ. ഇത് മിക്സ് ചെയ്തിട്ട് ദെൻ ഇത് മെബിലൈൻ്റെ റെഡ് കളർ, അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ഇവിടെ ഞാൻ ഒരു കുറിയൊക്കെ ഇട്ടു. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ആചാരാണിത്. അപ്പം നമുക്കിനി തനുവിനെയും കൂടെ റെഡിയാക്കാം. അമ്മ ശുണ്ട്രിയായോ? അപ്പം ഞാൻ റെഡിയായി കഴിഞ്ഞു, എല്ലാവരും റെഡിയായി ഓൾമോസ്റ്റ്. ഇനി തനുവിനെയാണ് ഞങ്ങൾ ലാസ്റ്റ് റെഡിയാക്കുക. ബിക്കോസ് ആദ്യം റെഡിയാക്കിയാൽ ഓൾറെഡി ഹൈപ്പറാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് റെഡിയാവാൻ തനുപ്പ. സോ ഇപ്പം ഭയങ്കര ടാസ്ക്കാണ് ഞങ്ങൾക്ക് റെഡിയാവാനൊക്കെ. ഇത് ആക്ച്വലി തന്നുടെ ഫസ്റ്റ് ഓണം, ദാറ്റ് മീൻസ് ഒരു 3 months ആയപ്പോൾ വാങ്ങിയത്. 3 to 6 months സൈസാ. ഇപ്പൊ പുള്ളിക്കാരൻ്റെ വണ്ണം കാരണം ഇപ്പോഴും ഞങ്ങൾക്ക് ഇടാൻ പറ്റും. സോ എനിക്ക് തോന്നുന്നു ഇനി ഒരു വട്ടവും കൂടെ ഒക്കെ ഇത് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ടൈറ്റായി. ഒരു കൊതി കൊണ്ട് ആകെ ഒരു വട്ടമാണ് ഇട്ടിട്ടുള്ളത്. സോ അമ്പലത്തിൽ പോകുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സുകൾ ഇടാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ തനു ബേബീൻ്റെ
ആദ്യത്തെ ഓണക്കൊടിയല്ലേ ഇത്? കഴിഞ്ഞ ഓണക്കൊടിയായിരുന്നു. ഫാബിൻ്റെ വാങ്ങിച്ചത്. നല്ല തുണിയാണ്. എനിക്കൊന്ന് ഒരു വട്ടം കൂടെ ചിലപ്പോൾ തന്നെ ഇടാൻ പറ്റും. അതിൻ്റെ കൂടെ ഞാനൊരു ഷോർട്സ് ആണ് പെയർ ചെയ്യുന്നത്. അപ്പം ഇനി ഇതാണ് ടാസ്ക്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. പണ്ട് കിടന്ന് മാത്രം മതിയായിരുന്നു. ഇതൊരു വലിയ പറഞ്ഞതുകൊണ്ടാണോ? ടാറ്റ പോകുന്ന ഡ്രസ്സുകൾ ഇടാൻ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഇടാൻ നല്ല കരയും. അപ്പോൾ അവിടെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. ബിക്കോസ് അനു നമ്മള് കുട്ടികളുള്ളവര് ഒരു നോർമൽ ഒരു ഹാഫ് ആൻ അവർ ആണ് റെഡി ആവേണ്ട ടൈമെങ്കിൽ ഒരു 2 hours നമുക്ക് കുട്ടികളുള്ളവർക്ക് എടുക്കും. ബിക്കോസ് നമ്മുടെ ഒരു കഷ്ടപ്പാട് ആരുടെയും പറഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് ആ കഷ്ടപ്പാട്. എന്റെ മുടി. അപ്പൊ ഞാനും തനു പിന്നെ ബാക്കി എല്ലാവരും റെഡിയായി. ബാക്കി ആർക്കും ക്യാമറയിൽ വരാൻ താല്പര്യമില്ല. തനു നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം. നമ്മള് റെഡിയായി. അമ്മ തനുവിന്റെ സീറ്റിൽ ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മളിവിടെ അടുത്ത്, ഞാൻ ഈ അമ്പലത്തിൽ ഇപ്പം സെക്കൻഡ് ടൈമാണ് പോകുന്നത്. നമ്മൾ രണ്ടുപേരുടെ അല്ലേ അന്ന് പോയ ഓട്ടോയില്. ഈ അമ്പലത്തിൽ നല്ല രസമുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ അതേ ഒരു പീസ്. അമ്മയ്ക്ക് ഇവിടെ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാട്ടിലെ അതേപോലെ ഒരു ഫീൽ അനുഭവപ്പെടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഒരു പീസ്, ഒരു സമാധാനം, ആ ഒരു വൈബ്, ഇതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ചിലപ്പോൾ അമ്മയുടെ അവരുടേതായ രീതികൾ. അപ്പം അമ്മയ്ക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും മിസ് ചെയ്തത് അമ്പലങ്ങളാണെന്ന് അമ്മ പറയും. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്, നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ ഉള്ള. ഓക്കെ. തനുവിൻ്റെ സീറ്റിൽ ഓക്കെയാണ് കേട്ടോ. തനുവിനെ നമ്മൾ മാക്സിമം കാർ സീറ്റിൽ ഇരുത്തിയാണ് കൊണ്ടുപോകാറ്. അത് നമ്മൾക്കും നല്ലതാണ്, അവനും നല്ലതാണ്. അത് ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികൾ ആദ്യം തൊട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാവും. അപ്പോൾ ഇനി അമ്പലത്തിൽ ചെന്ന് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. ഞാൻ അമ്പലത്തിൽ കുറേയേറെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. ബിക്കോസ് അമ്പലമാണല്ലോ, നമ്മളവിടെ പോകുന്നത് വീഡിയോസ് എടുക്കാനല്ലല്ലോ. അപ്പോൾ ഇതായിരുന്നു അമ്പലം. അടിപൊളിയായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ രാമേശ്വരം കഫേയിലേക്ക് പോയി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അടിപൊളി ഫുഡാണ്. എനിക്ക് അവിടുത്തെ നീർദോശയും പിന്നെ പൂരി സെറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത്തവണ ഞാൻ കുറച്ച് ഡയറ്റൊക്കെ ആയതുകൊണ്ട് പൂരി ഒന്നും വാങ്ങിയില്ല. അമ്മയ്ക്കും അച്ഛനും പൂരി സെറ്റൊക്കെ വാങ്ങി. അപ്പോൾ ഇതുപോലെ ഓരോ കൗണ്ടറുണ്ട്. നമ്മൾ നമ്മുടെ ബില്ല് അവിടെ കൊണ്ട് കൊടുക്കുമ്പം അവർ ഓരോ കൗണ്ടറിൽ നിന്നും നമ്മുടെ നമ്പർ അനുസരിച്ച് വിളിക്കും. ഭയങ്കര തിരക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ ഒന്നും കേൾക്കുന്നില്ല അവിടെ നിന്ന് പറയുന്നേ ഒന്നും. പിന്നെ ഈ ഒരു പുട്ടുണ്ടല്ലോ, ജാഗരീൻ്റെ ഒരു പുട്ടുണ്ട്, ചെമ്പാവരി ജാഗരി. തനുവിന് വലിയ ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ ജാഗരി മാറ്റിയിട്ട് ചെമ്പാവരിയുടെ പുട്ട് മാത്രമായിട്ട് അവന് കൊടുക്കും, അവൻ കഴിക്കും. പിന്നെ ഇഡ്ഡലിയും. പക്ഷേ ഇത്തവണ എന്തോ പറ്റിയോന്നറിയില്ല, അവൻ അത്രയ്ക്ക് അങ്ങോട്ട് ആ പുട്ട് കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇഡ്ഡലി വാങ്ങിയായിരുന്നു. പിന്നെ ഒരു മാംഗോ ഷേക്ക് വാങ്ങിയായിരുന്നു. അതൊന്നും ഞാൻ കുടിച്ചില്ല, അച്ഛനും അമ്മയും കുടിച്ചു. പക്ഷേ ഇഡ്ഡലി ഞാൻ വാങ്ങിയെങ്കിലും തനുവാണ് കുറച്ചധികം കഴിച്ചത്. അവന് വലിയ ഇഷ്ടമായി ആ സാമ്പാറും ഇഡ്ഡലിയും. പിന്നെ അവിടുത്തെ പൂരി കണ്ടില്ലേ, എന്ത് വലിയ പൂരിയാണ് കേട്ടോ. അതും പിടിച്ചുകൊണ്ടുള്ള എൻ്റെ വരവാണ്. അത് കണ്ടിട്ട് വിപിൻ എടുത്തതാണ് കേട്ടോ. അടിപൊളി ഫുഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാമേശ്വരം. പക്ഷെ എൻ്റെ അത്രയും എന്താ പറയുക ഇഷ്ടമല്ല വിപിന് രാമേശ്വരം ഫുഡ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്നോട് പറയായിരുന്നു, ഇല്ല എനിക്ക് ഗ്രിൽഡ് ചിക്കൻ കഴിക്കണം, എനിക്ക് ഈ ഫുഡ് വേണ്ടാന്നുള്ളത്. സോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അമ്മയും അച്ഛനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ പിന്നെ അവിടെ നിന്ന് തനുവായിട്ട് കുറച്ച് നേരം കളിച്ചു. നല്ല ആൾക്കാരെയൊക്കെ അവിടെ കാണുമ്പോൾ അവന് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇവിടെ വന്ന് കഴിച്ചാൽ അച്ഛനും അമ്മയും എന്നെപ്പോലെ തന്നെ ഹാപ്പിയാണ് കേട്ടോ. അവർക്ക് 2 പേർക്കും ഇവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ദ്രാനഗർ വാക്ക് വേയിൽ കൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരും പിന്നെ നല്ല നല്ല സീനറീസും ചെടികളും നല്ല ഫോട്ടോ ഫ്രെയിംസും ഒക്കെയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്.